രാഹുൽ നാരായണൻ. MBA ബിരുദധാരിയായ ശ്രീ രാഹുൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ സക്സസ്ഫുള്ളായി ഒരു ബിസിനസ് നടത്തി വരികയാണ്. ചെറുപ്പക്കാരനായ അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് വരുന്നത്. എത്രയോ ആളുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ധാരാളം ആളുകൾ ഇന്ന് ശ്രീ രാഹുലിന്റെ കസ്റ്റമേഴ്സ് ആണ്. തീർച്ചയായും ഈ ഒരു മേഖലയെ പറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയെ പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് ശ്രീ രാഹുൽ നാരായണൻ. 6 വർഷം മുമ്പ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഏകദേശം 25,000 രൂപ എങ്ങാണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം അത് നമ്മൾ കയാക്കുകൾ മാത്രമാണ് ആദ്യം നമ്മൾ ചെയ്തത്. വളരെ 1-2 കയാക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മളത് ആഡ് ചെയ്തു, കയാക്കുകൾ ആഡ് ചെയ്തു, അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2024 കണക്കനുസരിച്ച് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 39ാമതാണ്. 2024 ആകട്ടെ ഇത് 54ആയിരുന്നു. ഈ ചുരുങ്ങിയ കാലയളവിൽ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ ഉയരത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. നിങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്നാൽ അതിന് ഫ്രീഡം ആപ്പ് നിങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ മെന്റർ രാഹുൽ നാരായണൻ ഈ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെക്ട്രത്തിലുള്ള സാധനം ആയതുകൊണ്ട് അതിലിപ്പം ഏതാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വാട്ടർ സ്പോർട്ട് തുടങ്ങുകയാണെന്ന് വെച്ചാൽ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ തുടങ്ങുമ്പോൾ അത് വലിയൊരു എമൗണ്ടിലേക്ക് പോകും. വലിയൊരു കോഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ഒരു നല്ലൊരു വാട്ടർ സ്പോർട്ട് അക്കാഡമി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊമൈസസ് വേണം, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വേണം, വലിയൊരു ഇതിലേക്ക്. റാദർ ഞാൻ പറയാൻ വെച്ചാൽ നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു ചെറുതായി തുടങ്ങി പിന്നെ വലുതാക്കുന്നതായിരിക്കും ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ അതൊരു ചെറിയ രീതിയിൽ തുടങ്ങുക. ഇപ്പോൾ ഒരു കയാക്കിംഗ് ആണ് നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ 2-3 കയാക്ക് വെച്ചിട്ട് വളരെ ചെറിയ രീതിയിൽ ഒരു വിത്തിൻ 1 lakh നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളത് ഓവർ പീരീഡ് ഓഫ് ടൈം ഡെവലപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യുന്ന അങ്ങനെയാണ്. നമുക്ക് ഇപ്പോൾ 20 കയാക്ക് ഉണ്ട്, പക്ഷേ അതിന് മുമ്പ് നമ്മൾ തുടങ്ങിയത് ഒരു കയാക്കിംഗ് ആണ്. അതിനുശേഷമാണ് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മൾ സെയിലിംഗ് ആഡ് ചെയ്തത്. അപ്പോൾ സെയിലിംഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ബോട്ടാണ്, എക്സ്പെൻസീവ് സ്പോട്ടാണ്. അപ്പോൾ ആ സെയിലിംഗ് സാധനം ആഡ് ചെയ്തു. നമ്മൾ SUP ആഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള സാധനങ്ങൾ. പിന്നെ പ്രൊമൈസസ് വളരെ വേറെ നിങ്ങൾക്ക് അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളും വേണം. അപ്പോൾ അതിനുള്ള ഒരു ഇൻഫ്ലോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിലേക്ക് പോവാം. അപ്പോൾ അത് ഓവർ പീരീഡ് ഓഫ് ടൈം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വലിയൊരു എമൗണ്ടിലേക്ക് പോകും. 6 വർഷം മുമ്പ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഏകദേശം 25,000 രൂപ എങ്ങാണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം അത് നമ്മൾ കയാക്കുകൾ മാത്രമാണ് ആദ്യം നമ്മൾ ചെയ്തത്. വളരെ 1-2 കയാക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മളത് ആഡ് ചെയ്തു, കയാക്കുകൾ ആഡ് ചെയ്തു, അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്. ഫോർ എ സ്റ്റാർട്ടർ അതാണ് ഞാൻ പറഞ്ഞത്. 1-2 കാരണം എനിക്ക് പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ട്ണറെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1-2 കയാക്ക് വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അത്രേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇൻഫ്ലേഷൻ അടക്കം നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അന്നൊരു 25,000 രൂപയാണെങ്കിൽ ഇന്നൊരു 40,000-50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സുന്ദരമായി തുടങ്ങാൻ പറ്റുന്നത്. മൂലധനം, ലോൺ, ഗവൺമെന്റ് സ്കീം, ഇൻഷുറൻസ് എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ തുകയെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാകണം. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യും. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. റിക്കറിംഗ് എക്സ്പെൻസസ് ഈസ് വാട്ട്? നിങ്ങളുടെ എക്യുപ്മെന്റ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എക്യുപ്മെന്റ്സിന്റെ അതിന്റെ ഒരു റിന്യൂവൽ അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ്റനൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കയാക്കാണ് നിങ്ങൾ നോക്കുന്നത്, കയാക്കിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തുഴക്കം എന്തെങ്കിലും സംഭവിക്കാം, അതിൻ്റെ പാഡിലിന് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചില പാർട്സിന് എന്തെങ്കിലും സംഭവിക്കാം. അതാണ് അതിൻ്റെ മെയിനായിട്ട് എക്സ്പെൻസസ് വരുന്നത്. പിന്നെ നിങ്ങളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു വാട്ടർ സ്പോർട്ട് സെൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വരുന്ന എക്സ്പെൻസ് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്തായാലും വരും. നിങ്ങളിപ്പോൾ ഒരു ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വരും. അതിപ്പോൾ നിങ്ങളുടെ സ്കെയിലിനനുസരിച്ചിട്ട് അതിൻ്റെ എക്സ്പെൻസസ് കൂടി വരും. മിനിമം എമൗണ്ട് എന്തായാലും ഒരു മാസം നിങ്ങളൊരു 10,000 റുപ്പീസ് എങ്കിലും അതിൻ്റെ ഒരു എക്സ്പെൻസസ് എന്നുള്ളതൊക്കെ വരും, വേണ്ടി വരും. ഞാൻ ചോദിച്ചത് ഇൻവെസ്റ്റ്മെന്റ് കാര്യമാണ്, ക്യാപിറ്റൽ തുടങ്ങാനുള്ള ക്യാപിറ്റലാണോ? അത് വിത്തിൻ 1 lakh മതി. ഇല്ല, വാട്ടർ സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ബിൽഡിംഗ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നമ്മളിപ്പം പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വാട്ടർ സ്പോർട്ട് അക്കാഡമി വരുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ സ്ട്രക്ചറിങ് വേണ്ടി വരും. അതെല്ലാം തന്നെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല വലിയ പ്രോപ്പർ കോൺക്രീറ്റ് RC സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ബിൽഡിംഗ് ഒന്നും ഓൺ ചെയ്യുന്നില്ല. റെന്റഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങളിപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റെന്റഡ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് ഒരു റെന്റഡ് ഒരു ഗ്രേഡ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പോവുക. അത് എത്രയാണെന്നുള്ള ആ പ്രത്യേക സ്ഥലത്തിനനുസരിച്ചിട്ടായിരിക്കും. ലോൺ ഫെസിലിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം ഇതാണ്. ഇത് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ബാങ്ക്സ് ആണ് ലോൺ തരേണ്ടത്. പൊതുവിൽ ഈ വാട്ടർ സ്പോർട്ടിനായിട്ട് ഒരു ലോൺ ഫെസിലിറ്റി ഇല്ല. കാരണം നിങ്ങൾ ഒരു പർട്ടിക്കുലർ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ബാങ്കുകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു ടൂറിസം ഇതിൽ കൊടുക്കുന്ന മിക്കവാറും ഒരു അസറ്റ് ഓറിയന്റഡ് സാധനങ്ങൾക്കായിരിക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പം ഒരു ഹോട്ടൽ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു
കൊളാട്രൽ വെച്ചിട്ടുള്ള സാധനങ്ങൾക്കാർക്ക് അവർക്ക് താല്പര്യം. റാദർ ദാൻ എക്സ്പീരിയൻസ് പ്രൊവൈഡർ എന്നുള്ള നിലയ്ക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് എക്യുപ്മെന്റ്സിന് ലോൺ ഇതുവരെ അങ്ങനെ സ്പെസിഫിക് ലോൺസ് ഇല്ല. പക്ഷെ പ്രൊവൈഡഡ് നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു സ്കീംസിൽ നിങ്ങളെ പെടുത്തി അത് പിന്നെ ഒരു ബാങ്ക് മാനേജർ ഡിസ്ക്രിഷണറി പവറിൽ പെടുത്തി നിങ്ങൾക്ക് തരാവുന്നേ ഉള്ളൂ. വേറെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് മോർഗേജ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ പ്രോപ്പർ ഒരു വാട്ടർ സ്പോർട്ട് നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം നിങ്ങളെ ബ്രാൻഡ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കമ്പനി ഫോം ചെയ്ത് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാം. സി ഗവൺമെന്റ് ഫെസിലിറ്റി ഈസ് ലൈക്ക് ഗവൺമെന്റ് ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ആൻഡ് ആ ട്രെയിനിങ് ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം റാദർ ദാൻ ഫിനാൻഷ്യൽ സപ്പോർട്ട്. കാരണം നമ്മളിപ്പോൾ അതിൽ ഒരു പരിധി വരെ ഗവൺമെന്റിനെ പറയാനും പറ്റില്ല. കാരണം ഗവൺമെന്റ് ഫുള്ളി സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്നുള്ളത് പോലെ ഗവൺമെന്റ് തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇപ്പം വാട്ടർ സ്പോർട്സ് സർട്ടിഫിക്കേഷൻ, അഡ്വഞ്ചർ സ്പോർട്സ് സൊസൈറ്റി ഉണ്ട്, ഗവൺമെന്റ് കേരള ടൂറിസത്തിന്റെ അടിയിൽ വരുന്നതാണ്. അവർ നിങ്ങൾക്ക് ഇപ്പം സർട്ടിഫിക്കേഷൻ തരാം. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റി, ഇപ്പോൾ ബ്രാൻഡിങ് ഫെസിലിറ്റി, ഇപ്പോൾ കേരള ടൂറിസം ബ്രാൻഡിങ്ങിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു സ്ഥലം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ്, നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാണ്, അത് കേരള ടൂറിസത്തിന്റെ മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് തരാം. അതല്ലാതെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഫിനാൻഷ്യൽ കിട്ടിയിട്ടില്ല. ബാക്കി മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഇപ്പോൾ രജിസ്ട്രേഷൻ സപ്പോർട്ട്, ഇപ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ സൊസൈറ്റി, അല്ലെങ്കിൽ DTPC, അപ്പോൾ നമ്മുടെ DTPC ചെയർമാൻ കളക്ടറാണ്, ഇവരുടെയൊക്കെ ബാക്കി മോറൽ സപ്പോർട്ട്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഈ കേരള ടൂറിസത്തിന്റെ മാർക്കറ്റിംഗ് സപ്പോർട്ട്, ബ്രാൻഡിങ് സപ്പോർട്ട്, ഇതൊക്കെ കിട്ടും. തീർച്ചയായും. കാരണം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്മൈൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, BRDCയുടെ സ്മൈൽ എന്ന്. അത് ഈ പിന്നെ ടൂറിസം മാർക്കറ്റിങ്ങിന്റെയും ടൂറിസം എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന്റെ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. 2-3 വർഷത്തോളം നമുക്ക് കിട്ടിയിരുന്നു. നല്ല മൊഡ്യൂൾസ്, നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ് മുതൽ പിന്നെ ബാക്കി ബ്രാൻഡിങ് സപ്പോർട്ട്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പിന്നെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ സോഷ്യൽ മീഡിയ സപ്പോർട്ട്, അല്ലെങ്കിൽ ബേസിക്കലി ട്രെയിനിങ് ആൻഡ് ബാക്കിയുള്ള സപ്പോർട്ട്സ്, അതൊക്കെ തന്നെ ഗവൺമെന്റ് ഒരുപാട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. നമ്മുടെ ഇപ്പം ബോട്ടായാലും ശരി, കയാക്കായാലും ശരി, നമ്മൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. കാരണം ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് വാട്ടർ സ്പോർട്ട് ആയാലും, ഏത് അഡ്വഞ്ചർ സ്പോർട്ട് ആയാലും, വാട്ടർ സ്പോർട്ട് മാത്രമല്ല ഏത് അഡ്വഞ്ചർ സ്പോർട്ട് ആയാലും നമ്മളത് ഇൻഷൂർ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ പോയാലും നിങ്ങൾക്ക് അത് ആസ് എ കമ്പനിയാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. കാരണം അത് നമ്മളിപ്പോൾ ഒരു കമ്പനിയാണ്, കവേഴ്സ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ കമ്പനിക്ക് നമ്മളെ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട് ഇൻഷുർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഇൻഷുറൻസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഫെസിലിറ്റി നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാം. നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇൻഷുർ ചെയ്യാം. നിങ്ങളുടെ അതിൽ പോകുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റി അടക്കം ഇൻഷുർ ചെയ്യാം. ഏത് നോർമൽ ഇൻഷുറൻസ് എടുക്കുന്ന പ്രോസസ്സിൽ തന്നെ അത് ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഓരോ കമ്പനിക്ക് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. അവരെ അതിനനുസരിച്ചിട്ട് ഏറ്റവും മിനിമം എത്ര പ്രീമിയം വരുന്ന ഇൻഷുറൻസ് നമ്മൾ എടുക്കണം? അത് ഇറ്റ് ഡിപ്പെൻസ്. കാരണം എന്താണ് നിങ്ങളുടെ ഒരു റിക്വയർമെന്റ്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന എത്രയാണ് പ്രീമിയം എന്നൊക്കെ അനുസരിച്ചിരിക്കും. ഡിപ്പെൻസ്. ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ മൂലധനം, ലോൺ, ഇൻഷുറൻസ്, ഗവൺമെന്റ് സ്കീം എന്നിവയെ കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഈ ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ വിശദമായ കോഴ്സ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.